ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന്റെ മഹത്വം പറഞ്ഞ് ആ മഹത്വങ്ങളും നേട്ടങ്ങളും ഒക്കെ അവർക്കുണ്ടാകാൻ കാരണം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യവും അവിടുത്തെ മദതും നവറത്തുമാണ് എന്ന് പറഞ്ഞതിന്റെ ശേഷം പറയണം, അവര് സ്വഹാബാക്കിറാമുകളൊക്കെ വലിയ 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 സേവനം ചെയ്തു, നമുക്കത്രയൊന്നും കഴിയില്ല. എന്നാ അണ്ണാരെ കണ്ണനും തന്നാലായത് ചെയ്യുക എന്ന തത്വം വെച്ച് നമ്മളോട് പറ്റുന്ന നിലക്ക് നമ്മളും അവിടുത്തെ സേവനം ചെയ്തു. അതായത് ഒരുപാട് മദ്ഹുകൾ ഹബീബിനെ പറഞ്ഞു. അതുകൊണ്ട് നമ്മളും അവിടെ നിന്നുള്ള മദതും നവറത്തും കൊതിക്കുന്നു. ആനി പറയുന്നത് ഖദംതുഹു, ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞാൻ ഖിദ്മത്ത് ചെയ്തു, അവിടത്തേക്ക് ഞാൻ പാദസേവ ചെയ്തു. എന്തുകൊണ്ട്? ബി മദീഹിൻ, വളരെ മഹത്തായ ഒരുപാട് മദ്ഹുകളെ കൊണ്ട്. മദീഹ് എന്ന് പറയുന്നത് ഫഈൽ വസ്നിലുള്ള മസ്തറാണ്, അല്ലെങ്കിൽ ഇസ്മു മസ്തർ എന്നും പറയാം. ഏതായാലും എന്തല്ല, ഇസ്മു ഫായിലിന്റെ മാനക്കുള്ള മദീഹ് അല്ലെങ്കിൽ ഇസ്മു മഫ്ഊലിന്റെ മാനക്കുള്ള മദീഹ് അല്ല, മസ്തറിന്റെ മാനക്കാണ് മദ്ഹ് അഥവാ കീർത്തനങ്ങൾ, പുകഴ്ത്തലുകൾ. അത് ബുർദ മാത്രമല്ല, ബുർദ ഒന്നാണ്, അതിൽപ്പെട്ട ഒന്ന് മാത്രമാണ്. അതുപോലെ തന്നെ വേറെയും ഹംസിയ, ലാമിയ തുടങ്ങി ഒരുപാട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീർത്തന കാവ്യങ്ങൾ മഹാനായ ഇമാം ബൂസീരി റഹ്മഹുല്ലാ രചിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഹബീബിനെ വാഴ്ത്തിക്കൊണ്ടുള്ള അവിടത്തെ മദ്ഹ് കാവ്യങ്ങൾ രചിച്ചുകൊണ്ട് ആ ഹബീബിനെ ഞാൻ സേവിച്ചു. എന്തായിരുന്നു ഈ മദ്ഹ് കൊണ്ട് ഹബീബിനെ സേവിച്ചതിന്റെ എന്റെ ലക്ഷ്യം? അസ്തഖീലു ബിഹി, ആ മദ്ഹ് പറയുകയാവുന്ന ആ ഖിദ്മത്ത് കൊണ്ട് ഞാൻ മാപ്പിനെ തേടുന്നു, പൊറുക്കിനെ തേടുന്നു. എന്ത്? ദുനൂബ അംദിൻ, ഒരുപാട് കാലത്തെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ ഒക്കെ ഹബീബാവുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീർത്തന കാവ്യങ്ങൾ ഉരുവിട്ടുകൊണ്ട് അവിടത്തെ മദ്ഹ് ചെയ്തുകൊണ്ട് അത് മുഖേന എന്റെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടണം എന്നാണ് ഞാൻ അതുകൊണ്ട് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. എങ്ങനെയുള്ള ആയുസ് മള, അത് കഴിഞ്ഞുപോയി. ഫിശ്ശരി, കവിത ചൊല്ലുന്നതിലും വൽ ഖിദമി, ഖിദ്മത്ത് ചെയ്യുന്നതിലുമായിട്ട്. അതായത് മഹാനായ ഇമാം ബൂസരി തങ്ങൾ മുമ്പ് കുറെ തെറ്റ് ചെയ്തു, എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തിട്ട് അത് പൊറുക്കാൻ തേടുന്നു എന്ന അർത്ഥത്തിന് വല്ല ആർക്കുന്നത്. മറിച്ച് ഹസനാത്തുൽ അബ്റാരി സയ്യിആത്തുൽ മുഖറബീൻ എന്ന തത്വം വെച്ചിട്ട് പിൽക്കാലത്ത് വലിയ സൂഫി വര്യനായി മഹാന്മാരായ മശായിഖന്മാരുടെ മുരീദായി സൂഫി ത്വരീഖത്ത് സ്വീകരിച്ചപ്പോ മുമ്പ് താൻ ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും അത്ര നന്നായില്ല എന്നൊരു തോന്നൽ. മുമ്പ് ചെയ്തത് കുറ്റം, തെറ്റ് എന്നതിനർത്ഥമില്ല. അതായത് മഹാനായ ഇമാം അവർകളിൽ അക്കാലത്തെ ഈജിപ്തിലെ ഗവർണറുടെ ഓഫീസിലെ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ഗവൺമെന്റിന് ഖിദ്മത്ത് ചെയ്യാൻ പറഞ്ഞാൽ ഈ സെക്രട്ടറി ജോലി ചെയ്യാം. സ്വാഭാവികമായും അന്ന് മന്ത്രിമാരെയും അതുപോലെ തന്നെ അമീറന്മാരെയും ഒക്കെ ചില നല്ല ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് അവരെ പുകഴ്ത്തി പാടേണ്ടിയും വന്നിട്ടുണ്ട്. അങ്ങനെ ഗവൺമെന്റ് ഉദ്യോഗം വഹിച്ചു, ഗവൺമെന്റ് ഓഫീസിൽ ജോലി ചെയ്യലാണ് ഈ ഖിദ്മത്ത് കൊണ്ട് ഉദ്ദേശിച്ചത്. കവിത കൊണ്ട് അമീറന്മാര്, സുൽത്താന്മാര് പോലെയുള്ള ആളുകളെ പുകഴ്ത്തി പാടേണ്ടി വന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഗവൺമെന്റ് ഓഫീസിൽ ഉദ്യോഗസ്ഥനായതോടുകൂടി തന്നെ അറിയപ്പെട്ട ഒരു കവിയാവുമ്പോൾ നെന്മാര് വരുമ്പോൾ അവർക്ക് സ്വീകരണം കൊടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ അവരിൽ നിന്നിട്ട് ചില കാര്യങ്ങളൊക്കെ നാട്ടിന് നേടേണ്ട സമയത്തുമൊക്കെ സമ്മേളനങ്ങളൊക്കെ കൂടുമ്പോൾ ഈ അമീറന്മാരെയും മന്ത്രിമാരെയും സുൽത്താന്മാരെയും ഒക്കെ പുകഴ്ത്തി കവികൾ പാടും. അതുകൊണ്ട് ഉദ്ദേശം വെക്കുന്നത് ചിലപ്പോൾ ഈ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ട മഹത്തായ നാട്ടിന്റെ ഒരു ലക്ഷ്യമുണ്ടാവും,
അത് നേടാനുള്ളൊരു, അത് അനുവദിച്ചു കിട്ടാനുള്ള മാനസികാവസ്ഥ ഈ ഓഫീസറിൽ നിന്നിട്ട് അല്ലെങ്കിൽ മന്ത്രിയിൽ നിന്നിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അങ്ങനെ സതുദ്ദേശത്തോടു കൂടി ഭൗതിക ഭരണാധികാരികളാവുന്ന ആളുകളെ വർണ്ണിച്ചുകൊണ്ടും മദഹ് ചെയ്തുകൊണ്ടും കവിത ചൊല്ലിയതും ഗവൺമെന്റ് ഓഫീസിൽ ജോലി ചെയ്ത് ഗവൺമെന്റിന് ഖിദ്മത്ത് ചെയ്തതുമൊക്കെ ഒരു സൂഫിയുടെ കാഴ്ചയിൽ കാണുമ്പം അതിലൊക്കെ ചെറിയ ഭൗതികതയുടെ അംശങ്ങൾ കാണാനുണ്ടാവും. ആ നിലക്ക് എന്റെ കഴിഞ്ഞു പോയ കാലത്തുള്ള ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ മേലാളന്മാരെ പുകഴ്ത്തിപ്പാടിയതും ഗവൺമെന്റ് ജോലി ചെയ്തതുമൊക്കെ എന്റെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ എനിക്ക് വന്ന നഷ്ടങ്ങളാണ്. ആ നിലക്ക് ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഹബീബായ മുത്തു മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം മദ്ഹ് കാവ്യങ്ങൾ രചിച്ചു. പണ്ട് മോയിൻകുട്ടി വൈദ്യര് പറഞ്ഞതുപോലെ ഹുസ്നുൽ ജമാലും ബദറുൽ മുനീർ എന്ന പേരിൽ ഒരു നോവല് കവിതയാക്കി പാടിയപ്പോ മഹാനവർകളോട് ചില ഗുണകാംക്ഷികൾ ചോദിച്ചു, അല്ല വൈദ്യരെ, നമുക്കത് വേണോ എന്ന് ചോദിച്ചും പറഞ്ഞ സംഗതി ശരിയാണ്, ഞാനതൊരു വലിയൊരു കുഴിയാണ് ഉണ്ടാക്കിയത് എന്നെനിക്കറിയാം. ഈ ഉണ്ടാക്കിയ കുഴിക്ക് ഞാൻ ഒരുപാട് മലകളും നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബദരീങ്ങളെ ചരിത്രം പറയാം. ബദർ കിസ്സപ്പാട്ട്, ഉഹദ് കിസ്സപ്പാട്ട്, ഫുതൂഹ് ഷാം കിസ്സപ്പാട്ട്, മലപ്പുറം പടപ്പാട്ട് തുടങ്ങിയ മഹാന്മാരായ ശുഹദാക്കന്മാരെയും മഹാത്മാക്കളെയും മദ്ഹ് ചെയ്തുകൊണ്ടും അവരുടെ ചരിത്രം പഠിപ്പിച്ചുകൊണ്ടുമുള്ള ധാരാളം മഹത്തായ കവിതകൾ ചെയ്തു. ഈ ബദറുൽ മുനീർ റസൂൽ ജമാല് ഒരു വേണ്ടാത്ത കളിയാണ് എങ്കിൽ അത് കേവല ചിത്രീകരണങ്ങളൊക്കെയാണ്, അത് അത്ര നല്ലതല്ലെന്ന് എനിക്കറിയാം. എങ്കിലും അങ്ങനെ ഒരു വലിയ ചെറിയ പോരായ്മ എന്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് നികത്താൻ ഇങ്ങനെ ഒരുപാട് വലിയ മലകളും ഞാൻ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ നേരത്തെ ചെയ്ത സേവന പ്രവർത്തനങ്ങളും നേരത്തെ ചൊല്ലിയ കവിതകളുമൊക്കെ ഭൗതിക നേതാക്കന്മാരെയായിരുന്നു. അത് പരലോകത്തെ ചിന്തിക്കുമ്പോൾ അതൊക്കെ നഷ്ടത്തിന്റെ സമയമാണ്, വേണ്ടാത്തതാണ്. എന്നാൽ ആ വേണ്ടാത്ത നഷ്ടത്തിന് കാരണമാവുന്ന ഈ സേവനങ്ങളും ഈ പ്രശംസാ കാവ്യങ്ങളും ഒക്കെ വരുത്തിവെച്ച വീഴ്ച പരിഹരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മഹത്തായ കീർത്തന കാവ്യം രചിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ഹബീബ് സ്വല്ലല്ലാഹു നബിയ്യു മദ്ഹുഹു ഖൈറുൽ അമൽ എന്ന് ഖാദിയാർ പറഞ്ഞില്ലേ, ഉമർ ഖാദിർ رب النبي ومدحه خير العمل وعسى الإله به يبلغه الأمل وله بنيل شفاعة طه كفل عند الإله منعما تنعيما صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه وعلى آله. ഖാദിയർ പറഞ്ഞ അതേ ആശയം തന്നെയാണ് ഈ ബൈത്തിലൂടെ ബഹുമാനപ്പെട്ട ഉമർ ഖാദി പറഞ്ഞതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി തങ്ങളും പ്രകടിപ്പിക്കുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയത്തിൽ അങ്ങേയറ്റം മഹബത്ത് വെക്കുകയും എന്നിട്ട് അവിടത്തെ മദ്ഹ് പാടുകയും ചെയ്യുക എന്നത് ഖൈറുൽ അമൽ, അത് ഏറ്റവും മഹത്തായ പുണ്യകർമ്മമാണ്. വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ, ആ ഒരൊറ്റ പുണ്യകർമ്മം കൊണ്ട് എന്റെ എല്ലാ പ്രതീക്ഷകളും പൂവണിയും അല്ലാഹു തആല പൂവണിയിക്കും എന്ന പ്രതീക്ഷ, അതെന്നെ വെടിയും ലക്ഷ്യം. അതായത് കഴിഞ്ഞുപോയ പാവങ്ങൾ പൊറുക്കലും ഹബീബിന്റെ ചാരത്ത് സ്വർഗലോകത്ത് എത്തിപ്പെടലും, അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യാശ. ആ പ്രത്യാശ പൂവണിയിക്കാൻ ഹബീബിനെ മഹബത്ത് വെച്ചുകൊണ്ടുള്ള അവിടുത്തെ മദ്ഹ് പാട്ടിനാകുമെന്ന് ഖാദിയാരും പറയുന്നു, അത് തന്നെ ഇമാം ബൂസരി തങ്ങളും പറയുന്നു. അതന്നെ ഇത് ഖല്ലദാനിയ മാ തുശാവാഖിബുഹു കഅന്നനി ബിഹിമാ ഹദിയും മിനൻ നഅമി. ഇത് ഖല്ലദാനി, ഈ ഗവൺമെന്റിന്റെ സേവന പ്രവർത്തനവും അതോടൊപ്പം ഉദ്യോഗസ്ഥ പ്രമുഖന്മാരുടെ പ്രശംസാ കവിതയും, ഈ രണ്ടും എന്റെ കഴുത്തിലണിയിച്ചപ്പോൾ മാ ഒരു കാര്യത്തെ, എന്ത് കാര്യമാണ്? തുശാവാഖിബുഹു, അതിന്റെ അന്ത്യത്തെ ഭയപ്പെടേണ്ടതാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് ഇതൊക്കെ ഭൗതികമായ നേട്ടങ്ങൾ, പുരോഗതി, അതുപോലെ തന്നെ ഉദ്യോഗക്കയറ്റം പോലെയുള്ളതാണ്. അതുകൊണ്ടൊക്കെ നാളെ പരലോകം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള എന്റെ കഴുത്തിലണിയിക്കപ്പെട്ട മാല പോലെയായിപ്പോയി ഏത് രണ്ട് ഖല്ലദാനി ഈ രണ്ട്, ഈ കവിത ചൊല്ലലും
അതുപോലെ തന്നെ ഖിദ്മത്ത് ചെയ്യലും. ഭൗതിക നേതാക്കന്മാരെ പ്രശംസിച്ചുകൊണ്ട് കവിത ചൊല്ലിയതും അവർക്ക് ഖിദ്മത്ത് ചെയ്തതും എന്റെ കഴുത്തിലടിച്ചപ്പോൾ മാതുഷാവാത്തിബുഹു, അതുകൊണ്ട് അതിന്റെ അന്ത്യം പേടിക്കപ്പെടേണ്ടതാണെന്ന് പറഞ്ഞാൽ ദുന്യാവിന്റെ അഹ്ലികാരെ പ്രശംസിക്കുകയും ആ ദുന്യാവിന്റെ ഉസ്താദെ മൈക്ക് പോയിട്ടുണ്ട്. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഒന്നിങ്ങനെ പ്രതീക്ഷിച്ചതാണ്, ചില സമയത്ത് പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമല്ലോ. ഇടക്കൊന്ന് പോയില്ലേ, കൂടുതൽ നേരമായിട്ടില്ലല്ലോ, ഇപ്പൊ പോയിട്ടല്ലേ. കീശിയിൽ ഇൻവൈറ്റ് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല, പുറത്ത് അങ്ങനെ പോയിട്ടില്ലല്ലോ, കുറച്ച് സമയം ഒന്ന് ഇട്ടുപോയിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ. അത് കണ്ടിട്ടില്ല എന്റെ ഇടയ്ക്ക്. അത് ചിലപ്പോൾ ഇന്ന് പൊതുവേ തന്നെ രാവിലെ മുതലേ ഇടക്ക് കട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പോയതായാലും ഉടനെ ഉണർത്തിയത് നന്നായി. ഏതായാലും ഇടയ്ക്ക് അന്നനി ഞാൻ ആയതുപോലെ ഉണ്ട് ബിഹിമ, ഈ രണ്ടും കൊണ്ട് ഈ ഹിദ്മത്തും ഭൗതിക നേതാക്കന്മാർക്ക് ചെയ്ത ഹിദ്മത്തും അവരെ പ്രശംസിച്ചുകൊണ്ട് ചെയ്ത കവിതയും കഴുത്തിലണഞ്ഞപ്പോൾ ഹദിയും മിനന്നാമി, കഅബ ഷരീഫിലേക്ക് ഹദിയായിട്ട് കൊണ്ടുപോകപ്പെടുന്ന ബലിമൃഗത്തെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ കഅബ ഷരീഫിലേക്ക് ഹദിയായിട്ട് ഒട്ടകത്തെയോ മാടുകളെയോ ആടിനെയോ ഒക്കെ ഹദിയാക്കുകയാണെങ്കിൽ ഇത് ബലിമൃഗമാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കഴുത്തിൽ മാല കിട്ടും. ഒട്ടകത്തിനൊക്കെ ആണെങ്കിൽ അതിന്റെ പുറമെ അതിന്റെ പൂഞ്ഞയിൽ കുത്തിയിട്ട് ചോര വലിച്ച് അടയാളപ്പെടുത്തുന്നതിന്റെ പുറമെ കഴുത്തിൽ പഴയ ചെരുപ്പുകളോ പോലത്തത് കൊണ്ട് മാലയുണ്ടാക്കി കഴുത്തിലിടും. അതുപോലെ തന്നെ മാടുകളാണെങ്കിൽ അതിന്റെ പൂഞ്ഞയിൽ അല്ലെങ്കിൽ ചെവിയിൽ മുറിവുണ്ടാക്കി അടയാളപ്പെടുത്തുകയും കഴുത്തിൽ മാല ഇടുകയും ചെയ്യും. ആടാണെങ്കിൽ പിന്നെ കഴുത്തിൽ മാല ഇടാൻ മാത്രമേ പറ്റൂ. അങ്ങനെ കഴുത്തിൽ ചെരുപ്പ് പോലെയുള്ള വസ്തുക്കൾ കൊണ്ട് മാല കെട്ടിയുണ്ടാക്കി കഴുത്തിലണിച്ച് ബലിക്കള്ളമാണ് എന്ന് എന്താന്നിങ്ങനെ രാവിലെ കേൾക്കുന്നുണ്ട്. രാവിലെ ഉസ്താദന്മാരൊക്കെ അധികം ഉസ്താദന്മാരെ എനിക്ക് ഇവിടെ തന്നെയാണ് ഇടയ്ക്ക് കെട്ട് വരാനുണ്ടായിരുന്നു. ആ സുക്കേട് ഇപ്പോ ഇവിടെ ദുർദയിലും അനുഭവപ്പെടുന്നുണ്ട്. ആട്ടെ, അപ്പാറ്റു ഞാൻ വഴിപ്പെട്ടുപോയി ഒയ്യസിബ, ചെറുപ്പത്തിന്റെ ചാപ്പല്യത്തിന്. ചെറുപ്പത്തിന്റെ ചാപ്പല്യം എന്നത് അത് ചെറുപ്പത്തിൽ അറിയില്ല. അതൊരു പക്വതയെത്തി ഒരു 40ന്റെ പക്വതയിൽ പ്രവേശിക്കുമ്പോഴാണ് നല്ല ചുറുചുറുക്കുള്ള ചോരത്തുള്ള നല്ല സമയത്ത് ചെയ്ത പല കാര്യങ്ങളും അത് അരുതാത്തതായിരുന്നു, അത് അത്രത്തോളം വേണ്ടിയിരുന്നില്ല, അതങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത് എന്നൊക്കെ പിന്നീട് ആ ബോധ്യം വരിക. അത് ചെയ്യുന്ന സമയത്തിന്റെ പ്രത്യേകത അതാണ്. ഒരു 18 വയസ്സ് മുതൽക്ക് അല്ലെങ്കിൽ ഒരു 15 വയസ്സ് മുതൽക്ക് തുടങ്ങിയിട്ട് ഒരു 35 വയസ്സ് വരെയുള്ള ഒരു ഭ്രാന്തിന്റെ കാലഘട്ടമാണ്. ചോരത്തളപ്പ് കൊണ്ട് എടുത്തു ചാടി എന്തും ചെയ്യാമെന്നുള്ള ഒരു ഘട്ടം. ആ സമയത്ത് വേണ്ടത്ര ആഖിബത്തിനെ സംബന്ധിച്ച് ആലോചിക്കൽ പൊതുവെ കുറഞ്ഞിരിക്കും. എന്നാൽ ചെയ്യുന്നതൊക്കെ നല്ലതാണ്, തെറ്റില്ല എന്നുള്ള ധാരണയിലായിരിക്കും. ആ നിലക്ക് ഞാനും തന്നെ ഫിൽ ഹാലത്തൈനി, ഈ കവിത ചൊല്ലിയ സന്ദർഭത്തിലും ഖിദ്മത്ത് ചെയ്ത സന്ദർഭത്തിലും, അതായത് ഭൗതിക നേതാക്കന്മാർക്ക് ഖിദ്മത്ത് ചെയ്യുകയും ആ ഭൗതിക നേതാക്കന്മാരെ പ്രശംസിച്ചുകൊണ്ട് കവിത ചൊല്ലുകയും ചെയ്ത ഈ രണ്ട് സന്ദർഭത്തിലും ഞാൻ എന്റെ ചെറുപ്പത്തിന്റെ ചാപ്പല്യത്തിന് വഴിപ്പെട്ടു പോയതാണ്. വമാ ഹസൽത്തു, ഞാൻ കരസ്ഥമാക്കിയിട്ടില്ല, ഇല്ലാൽ ആസാമി, പാപങ്ങളുടെ മേലല്ലാതെ ചെന്ന്, വന്നതമീ, ഖേദത്തിന്റെയും എന്ന് പറഞ്ഞാൽ പിന്നീട് ഖേദിക്കേണ്ടതും അതുപോലെ തന്നെ പരലോക ജീവിതത്തിൽ ദോഷകരമായതുമായ നേട്ടങ്ങളല്ലാതെ ഈ ഹിദ്മത്ത് കൊണ്ടോ ഈ നേതാക്കന്മാരെ പ്രശംസിച്ചുകൊണ്ട് കവിത എഴുതിയതുകൊണ്ടോ ഒന്നും എനിക്ക് നേടാനായില്ല. എന്നാൽ മനഃപൂർവ്വം തെറ്റ് ചെയ്യണമെന്ന് നിനക്ക് ചെയ്തതല്ല. ചെറുപ്പത്തിന്റെ ചാപ്പല്യത്തിൽ അതൊക്കെ നല്ലതാണ്, അതൊക്കെ തെറ്റില്ലാത്തതാണ്, കൊള്ളാവുന്നതാണ് എന്ന ധാരണയിൽ
ആ പ്രത്യേക സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയതാണ്, അല്ലാതെ മനഃപൂർവ്വം തെറ്റ് ചെയ്യണം എന്നുള്ള ധാരണയിലല്ല. ആ വിവേകം വേണ്ടത്ര ഉദിക്കാത്ത സമയത്ത് വന്നുപോയ ചില ചാപ്പല്യങ്ങളാണ്. അതുകൊണ്ട് ഫയാ ഖസാറത നഫ്സിൻ ഫീ തിജാറതിഹാ ലം തശ്തരിദ്ദീന ബിദ്ദുന്യാ വലം തസുമീ. സ്വന്തം നഫ്സിനെ പറ്റിയിട്ട് സങ്കടം പറയാണ്. ഫയാ ഖസാറത നഫ്സി എന്ന അർത്ഥത്തിന് ഫയാ ഖസാറത നഫ്സിൻ എന്റെ ശരീരത്തിന് വന്ന, എനിക്ക് വന്ന നഷ്ടമേ, മഹാനഷ്ടമേ. അതങ്ങനെ വലിയ സങ്കടം വരുമ്പോ വിളിച്ചു പറയുന്നൊരു വാക്കാണത്. യഥാർത്ഥത്തിൽ വിളിക്കുന്നത് ഈ നഷ്ടത്തിനെയല്ല, നഷ്ടബോധ്യ ഒരാളാക്കി സങ്കല്പിച്ചിട്ട് ആ ആളെ വിളിച്ചിട്ട് ഹുദുരേ ഹാദാ ഹവാനുക്കി, ഈ നഷ്ടമേ നീ വന്നോ, ഇത് നിന്റെ സമയമാണ് എന്ന് പറഞ്ഞ അർത്ഥത്തിലാണ്. അയാ ഹസാറത്ത നഫ്സിൻ, അയ്യോ എന്റെ നഫ്സിന് വന്ന മഹാനഷ്ടമേ. എന്തിന് ഫീ തിജാറത്തിഹ, ആ നഫ്സ് നടത്തിയതായ വ്യാപാരത്തിൽ. എന്നാൽ ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു വ്യാപാരം പോലെയാണ്. കാരണം നമ്മൾ ഇവിടുന്ന് ചെയ്യുക, അതിന് പ്രതിഫലം വാങ്ങുക. അപ്പൊ നമ്മളൊരു സാധനം വിറ്റിട്ട് അതിന്റെ വില വാങ്ങും പോലെയോ, അല്ലെങ്കിൽ വില കൊടുത്തിട്ട് ഒരു സാധനം വിൽക്കും പോലെയോ വാങ്ങും പോലെയോ ആണ്. രണ്ടും ചേർത്തപ്പെടുമല്ലോ. എന്ന് പറഞ്ഞാൽ പണം അങ്ങോട്ട് കൊടുത്തൊരു സാധനം ഇങ്ങോട്ട് വാങ്ങലും പെട്ട്, സാധനം അങ്ങോട്ട് കൊടുത്തിട്ട് പണം ഇങ്ങോട്ട് വാങ്ങലും പെട്ട്, ഇങ്ങനെയുള്ള വ്യാപാരം അഥവാ ചെയ്യുന്ന പ്രവൃത്തികളെ കൊണ്ട് ആഖിറത്തിൽ കൂലി കിട്ടുന്ന വാക്കുകളും പ്രവൃത്തികളുമാണെങ്കിൽ കൊടുക്കുന്നത് ചെറുതും കിട്ടുന്നത് വലുതുമാണ്. നേരെ മറിച്ച് ആഖിറത്തിൽ നഷ്ടം വരുന്നതാണ് ഇവിടത്തെ ജീവിതം കൊണ്ടും സേവനം കൊണ്ടും. ആഖിറത്തിൽ നഷ്ടമാണ് വാങ്ങുന്നെങ്കിൽ കൊടുക്കുന്ന ജീവിതവും സേവനവും വളരെ വിലപ്പെട്ടതും ലഭിക്കുന്ന പരലോക ശിക്ഷ മഹാനഷ്ടവുമാണ്. അങ്ങനെ നഫ്സിന്റെ നഷ്ടമേ ഫീ തിജാറത്തി, അതിന്റെ വ്യാപാരത്തിൽ. എന്താണ് ഇത്? ലം തശ്തരി ദീന, ദീനിനെ അത് വിലക്ക് വാങ്ങിയില്ലല്ലോ. ബി ദുന്യാ, ദുന്യാവ് കൊടുത്തിട്ട്. ദുന്യാവ് കൊടുത്തിട്ട് അതിന് പകരം ദീനായിരുന്നു വാങ്ങേണ്ടത്. അത് സാധിക്കാതെ വന്നപ്പോൾ എന്റെ വ്യാപാരം മഹാനഷ്ടത്തിലായി. എന്നാൽ എന്റെ സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ദീനിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിച്ചിരുന്നു എങ്കിൽ ഈ ദുന്യാവിന്റെ സമയത്തെയും സേവനത്തെയും കൊടുത്തിട്ട് ദീൻ വാങ്ങി വമ്പിച്ച ലാഭം ലഭിക്കുമായിരുന്നു. അത് സംഭവിച്ചില്ലല്ലോ. ദുന്യാവിന്റെ സമയം ഉപയോഗിച്ച് ദീൻ വാങ്ങാൻ കഴിഞ്ഞില്ല. വലം തസുമി എന്നാൽ അത് മറ്റൊരു ബൈത്ത് പൂർത്തിയാക്കാൻ വേണ്ടി പറഞ്ഞ സൗമ് എന്ന് പറഞ്ഞാൽ കച്ചവടം പറയാ, ഉറക്കുക, വില അറിയാ, വാങ്ങുക, വിൽക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെ സൗമ്. അഥവാ ദുന്യാവിനെ കൊടുത്തിട്ട് ദുന്യാവിന്റെ സമയം വിനിയോഗിച്ചിട്ട് ദുന്യാവിലെ പ്രവർത്തനങ്ങൾ കൊടുത്തിട്ട് ദീൻ നേടേണ്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ ദീൻ കൽപ്പിച്ച നിലക്ക് ഫർളും സുന്നത്തുമായ ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ടുള്ള സേവനങ്ങളും സമയവിനിയോഗങ്ങളുമാണ് എങ്കിൽ ഞാൻ വിനിയോഗിച്ച സമയവും സേവനവും ഒക്കെ അതുകൊണ്ട് ദുന്യാവ് ആവുന്ന സമയവും സേവനവും കൊടുത്തിട്ട് ദീന് നേടുക എന്ന് പറയുന്ന മഹത്തായ നേട്ടം ലഭിക്കുമായിരുന്നു. അത് സാധിക്കാതെ ദുന്യാവിന്റെ വിലപ്പെട്ട സമയം വിനിയോഗിച്ചിട്ട് ദീൻ സ്വീകരിക്കുന്നതിന് പകരം ദുന്യാവിന്റെ നേട്ടം സ്വീകരിച്ചത് കൊണ്ട് എനിക്ക് വലിയ അവസ്ഥ. വമൻ ആജിലൻ, തനിക്ക് ലഭിക്കാൻ പോകുന്ന പരലോകത്തിലുള്ള മഹത്തായ നേട്ടത്തെ നഷ്ടപ്പെടുത്തി, വിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം നഷ്ടപ്പെടുത്തിയാൽ എന്തിനുണ്ട്? ആജിലിഹി, ദുന്യാവിന്റെ നേട്ടത്തിന് വേണ്ടി, ദുന്യാവിൻ്റെതായ നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ട് ദുന്യവിലെ സുഖസൗകര്യത്തിന് വേണ്ടി ആഖിറത്തിൽ ലഭിക്കുന്ന മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിപ്പോയാൽ യബില്ലഹു, അങ്ങനെയുള്ള വ്യാപാരം ചെയ്തവന് വെളിവാകും അൽ ഓബിനു, മഹാനഷ്ടം ഫീ ബൈൻ, അവന്റെ കച്ചവടത്തിൽ. കച്ചവടം തന്നെ ഒന്ന് അല്ല
വില മുൻകൂർ വായിട്ട് സ്ഥലം കൊടുക്കുന്ന വ്യവസ്ഥയിൽ ചെയ്യുന്ന കച്ചവടത്തിനാണ് സ്ഥലം എന്ന് പറയുന്നത്. ദുന്യാവിന് അഥവാ ഈ അത് വിറ്റിട്ട് ശാശ്വതമായ സുഖലോക സ്വർഗത്തിലുള്ള നേട്ടത്തിന് വേണ്ടി ആഖിറത്തിൽ ാണ് വേണ്ടത്. അതിനു പകരം ദുന്യാവിലെ സുഖ സൗകര്യത്തിന് വേണ്ടി അത് ദുർവിനിയോഗിച്ചാൽ ആഖിറത്തിലെത്തി കാണുമ്പോൾ അവനൊന്നും ഉണ്ടാവില്ല. വിലപ്പെട്ട സമയം നഷ്ടപ്പെട്ട് ആഖിറം പരാജയത്തിലായി പോകും. ഇങ്ങനെ എന്റെ അടുത്ത് വലിയ കുറ്റം പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ട ഒരുപാട് സമയങ്ങൾ എന്റെ ചെറുപ്പത്തിന്റെ ചാപ്പല്യത്തിന് വശംവദനായി ആഖിറത്തിൽ ഫലപ്രദമായി പ്രതിഫലം ലഭിക്കാൻ പറ്റുന്ന അമലുകൾക്ക് വിനിയോഗിക്കേണ്ട അനർഘമായ സമയങ്ങളും സേവന പ്രവർത്തനങ്ങളും ഭൗതിക നേട്ടത്തിന് വേണ്ടി വിനിയോഗിച്ച് ഞാൻ വലിയ സങ്കടത്തിലായി. അതൊക്കെ പുറത്തു കിട്ടണം എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഹബീബായ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കൊണ്ട് ആ തിരുപാദത്തെ ഞാനിതാ സേവിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ വലിയ ബേജാറായി. ഞാൻ വലിയ നഷ്ടത്തിലാണല്ലോ പടച്ചോനെ, എന്റെ സമയമൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു പോയല്ലോ, ഇനി എനിക്കൊരു ശല്യേ ഇങ്ങനെ ഇൻ ആതിദംബം ഫമാ അഹ്ദീ ബിമുന്തഖിദി മിനൻ നബിയ്യി വലാ ഹബിലി ബിമുൻസരിമി. ഇൻ ആതിദംബൻ, ഞാൻ ഒരുപാട് ദോഷങ്ങൾ ചെയ്തു പോയി, എങ്കിലും അതുകൊണ്ട് കുഫ്രിയത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫമാ അഹ്ദി, മഹാനായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഞാനുമായി കൊണ്ടുള്ളതായ ആ കരാർ, ആ ഉടമ്പടിയല്ല ബിമുന്തഖിലിൻ, അത് വിച്ഛേദിക്കപ്പെട്ടതല്ല, മുറിക്കപ്പെട്ടതായിട്ടില്ല. എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തതുകൊണ്ട് കാഫിറാവുന്നൊന്നും നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വിശ്വാസമില്ലല്ലോ. വൻദോഷങ്ങൾ ചെയ്തു പോയാൽ പോലും ഒരാൾ ഇസ്ലാമിൽ നിന്നിട്ട് പുറത്തുപോയി കാഫറായി പോകും എന്നുള്ള വിശ്വാസം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനില്ല. ആ വിശ്വാസത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസീരി തങ്ങളവർ. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ചാൽ പോലും ഫമാ അഹ്ദി ബിമുന്തഖിലിൻ ഫമാ അഹ്ദി മിനൻ നബിയ്യി എന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഞാനുള്ള ബന്ധം, അഥവാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ കലിമത്തു ഷഹാദത്ത് വിശ്വസിച്ച് പ്രഖ്യാപിച്ച ഒരു സത്യവിശ്വാസിയായ മുഅ്മിനാണ്. അങ്ങനെയുള്ള ഒരു പാവികളാണെങ്കിൽ അവർക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരലോകത്ത് ശഫാഅത്ത് ചെയ്യും. ഈമാൻ നമ്മൾ മുറുകെ പിടിച്ചാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് പ്രതീക്ഷിക്കാം എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ശഫാഅത്തി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, എന്റെ യഥാർത്ഥ ഉമ്മത്തുകളിൽപ്പെട്ട മഹാപാപം ചെയ്ത ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ ശഫാഅത്തിനെ മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ബന്ധം മുറിഞ്ഞിണെങ്കിൽ പിന്നെ നിവൃത്തിയൊന്നുമില്ല. അത് കുഫ്രിയത്തോ ശിർക്കോ വരണം, അത് വന്നിട്ടില്ലല്ലോ. പാപങ്ങളൊക്കെ ഞാൻ ചെയ്തു പോയി എങ്കിൽ പോലും എന്താ, നേരത്തെ വലിയ പാപം ചെയ്തു, ഞാൻ വലിയ കുറ്റവാളിയാണ് എന്ന് വരുമ്പം നഫ്സിന് എന്ത് വരും? ഒരു നിരാശ, യഅ്സ് വരും. യഅ്സ് എന്നത് ഒരിക്കലും മുഅ്മിനായ മനുഷ്യന് വരാൻ പാടില്ല, നിരാശ വരാൻ പാടില്ല. അതിന് തന്റെ നഫ്സിനോട് പ്രതീക്ഷ കൊടുക്കുകയാണ്, സംഗതി ഞാൻ തെറ്റ് ചെയ്ത പാപിയാണ്, എങ്കിൽ പോലും ഞാൻ ശിർക്കിലും കുഫ്രിയത്തിലും ഒന്നും പോയിട്ടില്ല. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടില്ല. എന്താണ് മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ ഭാഗ്യം കിട്ടുക എന്ന് പറയുന്ന ബന്ധം നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ പാവികളായ മുഅ്മിനീങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ചെയ്തതായിരിക്കുന്ന ഒരു ഉടമ്പടിയുണ്ട്. അത് അവിടെ നിന്ന് ഒരിക്കലും മുറിച്ചു കളയില്ല. അതുപോലെ തന്നെ വലാ ഹബിലി, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള ആ പിടികയറാവുന്ന ദീൻ, പരിശുദ്ധ ദീൻ ഇസ്ലാമാവുന്ന ആ പിടികയറ് അല്ല ബിമുൻസരിമി, അത് പിരിയൊടഞ്ഞ് പൊട്ടിപ്പോയതുമല്ല. അപ്പോ ഇസ്ലാം ദീനാവുന്ന പിടികയറ് നഷ്ടപ്പെടുത്താതെ ഇസ്ലാമിൽ അടിയുറച്ച് നിൽക്കുന്നു എന്നതുകൊണ്ട്, ഞാൻ പാപം ചെയ്ത് എന്ന കാരണം കൊണ്ട് മാത്രം ഹബീബായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള ആ ബന്ധം വിച്ഛേദിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആകെയുള്ള പ്രതീക്ഷ ആ ഹബീബിന്റെ മദ്ഹാവുന്ന ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ഹബീബിൽ നിന്നിട്ട് ശഫാഅത്ത് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മാത്രമാണ് എനിക്ക് ഏക പിടികയറായിട്ടുള്ളത്. കാര്യം ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു, നരകത്തിൽ പോകേണ്ടി വരാൻ വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും എന്റെ ഈമാന്റെ ബന്ധം മുറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ മുസ്ലിമാണ്, എന്റെ പിടികയർ മുറിഞ്ഞിട്ടില്ല. മുസ്ലിമായി ജീവിച്ചൊരു മനുഷ്യൻ മഹാപാപം ചെയ്താൽ പോലും
ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാഭാപികളായ മുഅ്മിനീങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാം എന്ന് പറഞ്ഞ ആ ബന്ധവും വിച്ഛേദിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇസ്ലാമാവുന്ന പിടികാറുണ്ട് എന്ന ആ ഒരു പ്രതീക്ഷയും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനത്തെ പിടർക്ക് ആ ഹബീബിന്റെ മഹബത്തും അവിടത്തോടുള്ളതായ ആ മദ്ഹ് വ്യക്തികളും വസീലയാക്കി ഞാൻ ആ ഹബീബിലേക്ക് അടുക്കുന്നു. അതിന്റെ പുറമെ ഫഇന്നലീ ദിമ്മതൻ മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ വഹുവ ഔഫൽ ഖൽഖി ബിദ്ദിമമി. മുഅ്മിനീങ്ങളായി ജീവിച്ച് മരിച്ചാൽ പാവികളാണെങ്കിൽ ഫാരിയാമി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത അഹ്ദുണ്ട്. അതിന്റെ പുറമെ എനിക്ക് പ്രത്യേകമായിട്ടൊരു പ്രതീക്ഷയ്ക്ക് വഴിയുണ്ട്. ഫഇന്നലി, കാരണം എനിക്കുണ്ട് ദിമ്മതൻ മിൻഹു, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ടും ഒരു അമാനുണ്ട്. ദിമ്മത്ത് എന്ന് പറഞ്ഞാൽ സംരക്ഷണ ഉത്തരവാദിത്വം, അങ്ങനെ അർത്ഥം വെക്കാം. അങ്ങനെയുണ്ട് അതിനർത്ഥം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഫാഅത്ത് ചെയ്ത് സംരക്ഷിച്ചു കൊള്ളാം എന്ന് ഏറ്റെടുത്തതായിരിക്കുന്ന ഒരു ദിമ്മത്ത് ബാധ്യതയുണ്ട്. എന്തുകൊണ്ട്? ബിതസ്മിയത്തി മുഹമ്മദ, എനിക്ക് മുഹമ്മദ് എന്ന പേരാണല്ലോ നൽകപ്പെട്ടത്. എന്റെ പിതാവിന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആത്മാർത്ഥമായ മഹബത്ത് ഉള്ളത് കൊണ്ടാണ് എനിക്ക് എന്റെ വാപ്പ മുഹമ്മദ് എന്ന് പേരിട്ടത്. അപ്പൊ ഹബീബിനോട് കൽബിൽ മഹബത്തുള്ള പാരമ്പര്യത്തിൽ വന്നതുകൊണ്ടാണല്ലോ ആ പേരെനിക്ക് ലഭിച്ചത്. അങ്ങനെ ഹബീബായ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബ് കൊണ്ട് മഹബത്ത് വെച്ച് ഒരാൾ തന്റെ പുത്രന് മുഹമ്മദ് എന്ന് പേരിട്ടാൽ ആ കുട്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശഫാഅത്തിന്റെ അധികാരം പരലോകത്ത് നൽകുമ്പോൾ ആദ്യമായി ഞാൻ ശഫാഅത്ത് ചെയ്യുക മുഹമ്മദ് എന്ന പേരുള്ളവർക്കും ആയിരിക്കുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രത്യേക ബന്ധം കൂടി ഞാനായിട്ടുണ്ട്. കാരണം എന്താ? എന്റെ പേര് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് എന്ന പേര് ഉള്ളവർക്ക് ആദ്യമായി ശഫാഅത്ത് ചെയ്യുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനം മുഹമ്മദ് പൊതുവെ പാവികളായ ഉമ്മത്തുകൾക്ക് ശഫാഅത്ത് ചെയ്യുക എന്നൊരു അഹദ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ അഹദ് എനിക്ക് പ്രതീക്ഷ നൽകാൻ കാരണം ഞാൻ തെറ്റൊക്കെ ചെയ്തെങ്കിലും കുഫ്രിയത്ത് പോയിട്ടില്ല, ശിർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ മുസ്ലിമായ മഹാപാവി എന്ന നിലക്ക് ഹബീബ് ഷഫാഅത്ത് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ എന്നിലുണ്ട്. അതിന്റെ പുറമെ ഷഫാഅത്ത് അധികാരം എനിക്ക് ലഭിക്കുമ്പോൾ ഞാൻ ആദ്യമായി ഷഫാഅത്ത് ചെയ്യുക മുഹമ്മദ് എന്ന് പേരുള്ളവർക്കായിരിക്കും എന്ന് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ബിതസ്മിയത്തി മുഹമ്മദ, മുഹമ്മദ് എന്ന പേരാണല്ലോ എനിക്ക് പേര് നൽകപ്പെട്ടത് എന്നത് കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംരക്ഷിക്കുമെന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു ധൈര്യവും കൂടി എനിക്കുണ്ട്. അങ്ങനെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔഫൽ ഖൽഖി, അള്ളാഹുവിന്റെ പടപ്പുകളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പൂർത്തീകരിക്കുന്നവരാണ് ബിദ്ദിമമി, ഏറ്റെടുത്ത ബാധ്യത. അവിടുന്ന് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കി വീട്ടുന്നതിൽ അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും വലിയ പൂർത്തീകരിക്കുന്നവരാണ് ഹബീബ് അവർകൾ. അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ട് പ്രതീക്ഷ എന്റെ മുന്നിലുണ്ട്. ഒന്ന്, ഞാൻ മുസ്ലിമാണ്, ഇസ്ലാമിന്ന് പുറത്തു പോയിട്ടില്ല. അതുകൊണ്ട് വൻദോഷികളായ മുസ്ലിമീങ്ങൾക്ക് അവിടുന്ന് ശഫാഅത്ത് ചെയ്യും എന്ന് പറഞ്ഞ അതിൽ ഉൾപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതിലേറെ ആദ്യമായി ശഫാഅത്ത് ചെയ്യുക മുഹമ്മദ് എന്ന പേരുള്ളവർക്കാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ എന്റെ വാപ്പ മുഹമ്മദ് എന്നാണ് പേര് വെച്ചിരിക്കുന്നത്. അത് ഹബീബിനോടുള്ള മഹബത്ത് കൊണ്ടാണ്. അതുകൊണ്ട് മുഹമ്മദ് എന്ന പേരുള്ളവർക്ക് ആദ്യമായി ശഫാഅത്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ എളിയവനായ ഞാനും പെടും. കാരണം എന്തുകൊണ്ട്? അവിടുന്ന് ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ അല്ലാഹുവിന്റെ പടപ്പുകളിൽ മറ്റാരെക്കാളും മുൻപന്തിയിലാണ്. മുഹമ്മദ് എന്ന പേര് സംബന്ധിച്ച് മാത്രം അതിന്റെ ബറക്കത്ത് പറയാൻ മാത്രം സ്വന്തമായി ധാരാളം ഗ്രന്ഥങ്ങൾ മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു അങ്ങനെയല്ലോ, ഒരു മകനുണ്ടായപ്പോ മുഹമ്മദ് എന്ന് പേരിട്ട്, പിന്നൊരു മകനുണ്ടായപ്പോ അപ്പൊ അതിനും മുഹമ്മദ് എന്ന് പേരിട്ടു. അപ്പൊ പറഞ്ഞു, എന്താ രണ്ടാൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ട് ചോദിച്ചു. പറഞ്ഞു, രണ്ടെണ്ണല്ലേ ഉള്ളു, ഇനി മൂന്നാമത്തെ ഒരു കുട്ടി ഉണ്ടാകുകയാണെങ്കിൽ അതിനും ഞാൻ മുഹമ്മദ് എന്ന് പേരിടുന്നത്.
മൂപ്പര പേരും തന്നെ മുഹമ്മദ് ആണല്ലോ. മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ. മുഹമ്മദ് അവലെന്നും മുഹമ്മദ് സാനി എന്നും പറഞ്ഞിട്ട് രണ്ടു മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടു. അതാ ആ പേരിനെ പറ്റി പഠിച്ചവർക്കറിയാം. ഇനി ഇതിലുള്ള ആൺകുട്ടികളില്ലാത്ത ആളുകൾക്കുള്ള ഒരു ഹിക്മത്തും കൂടി പറഞ്ഞുതരാം. കീശിരി കേൾക്കണ്ട, കീശിരിക്ക് ആകെയുള്ള മുഴുവൻ ആൺകുട്ടികളാന്നാ പറഞ്ഞ്. പിന്നെ ഇപ്പൊ അതിന് നിവൃത്തിയില്ല. പെൺകുട്ടികൾ മാത്രമായിട്ട് ഒരു ആൺകുട്ടിയെങ്കിലും ഉണ്ടായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കൂട്ടത്തിലുണ്ടെങ്കിൽ അവര് മനസ്സിലാക്കുക, തന്റെ ഭാര്യ ഗർഭിണിയാണ് എന്ന വിവരം ആദ്യമായി ലഭിക്കുന്ന സമയത്ത് ഭാര്യയുടെ വയറ്റത്ത് കൈവച്ചുകൊണ്ട് പറയുക, അല്ലാഹുമ്മ ഇന്നി സമ്മൈതു മാഫി ബത്നി സൗജത്തി മുഹമ്മദ ഫജഅൽഹു വലദൻ സാലിഹൻ ബിബറകത്തി ഇസ്മി മുഹമ്മദിൻ. ഞാൻ അറബി പറഞ്ഞോളൊന്നും ഇല്ലട്ടാ. അതായത് എന്റെ വയറ്റത്ത് കൈവച്ചിട്ട് പറയാ, അള്ളാഹുവേ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഗർഭത്തിലിരിക്കുന്ന ഈ കുഞ്ഞിനെ ഞാൻ മുഹമ്മദ് എന്ന പേര് വെച്ചിരിക്കുന്നു. മുഹമ്മദ് എന്ന ആ പേരിന്റെ ബറക്കത്ത് കൊണ്ട് സ്വാലിഹായ ഒരു ആൺകുട്ടിയാക്കി ഈ കുഞ്ഞിനെ നീ തരേണമേ എന്ന് ഭാര്യ ഗർഭിണിയാണ് എന്ന വാർത്ത ആദ്യം ലഭിച്ച സന്ദർഭത്തിൽ ഭാര്യയുടെ വയറ്റിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞാൽ ആ കുട്ടി ആണാകും എന്ന് മഹാന്മാര് ഒരുപാട് ആളുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സാധു തന്നെ പല ആളുകൾക്കും അത് പറഞ്ഞു കൊടുത്തിട്ട് അത് അനുഭവത്തിൽ തെളിഞ്ഞിട്ടും ഉണ്ട്. അതുപോലെ ഒരുപാട് ദുനിയാവിലും ആഖിറത്തിലും ധാരാളം മഹത്വങ്ങളുള്ള ഒരു പേരാണ് മുഹമ്മദ്. അതിന്റെ മഹത്വങ്ങളും ഫളീലത്ത് പറയാനായിട്ട് മാത്രം സ്വന്തം കിതാബ് രചിച്ച മഹാന്മാരുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ആഖിറത്തിൽ അല്ലാഹു തആല ശഫാഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്താൽ ആദ്യമായിട്ട് ഞാൻ ശഫാഅത്ത് ചെയ്യുക മുഹമ്മദ് എന്ന് പേരുള്ള കുട്ടിക്കായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനാണ് അതാണ് ആദ്യം പറഞ്ഞ പോലെ ആബിലി മുൻസലിമീൻ. ആ ദീൻ ഇസ്ലാമാവുന്ന പിടികാര് മുറിയാൻ പാടില്ല. അത് മുറിഞ്ഞാൽ പിന്നെ ബന്ധമില്ല. മുസ്ലിമായി ജീവിച്ച ഷഫാഅത്തി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, എന്റെ ഷഫാഅത്തിന്റെ യഥാർത്ഥ അർഹത എന്റെ ഉമ്മത്തുകളിൽപ്പെട്ട മഹാപാപം ചെയ്ത ആളുകളാണ്. അപ്പൊ ഷഫാഅത്ത് കിട്ടാൻ കാരണമാകും. അപ്പൊ എനിക്ക് രണ്ട് ബന്ധമുണ്ട്. ഒന്ന്, ഞാൻ മുസ്ലിമാണ്, മുസ്ലിമീങ്ങളിൽപ്പെട്ട പാവികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഫാഅത്ത് ചെയ്യുന്ന വാഗ്ദാനമുണ്ട്. അതോടുകൂടി ആദ്യം ഷഫാഅത്ത് ചെയ്യുക മുഹമ്മദ് എന്ന പേരുള്ളവർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പേരും എനിക്കുണ്ട്. ഈ ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. എന്നിട്ട് സ്വയം നേരിട്ട് തന്നെ ഇസ്തിഗാസയായിട്ട് പറയാം, ഇല്ലം യകും ഫീ മാദി ആഖിദൻ ബിയദി ഫളലൻ വഇല്ലാ ഫഖുൽ യാ സല്ലത്തൽ ഖദമി. ഇല്ലം യകും സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിട്ടില്ലെങ്കിൽ, ഫീ മാദി എന്റെ പരലോക ജീവിതത്തിൽ, ആഖിദൻ ബിയദി എന്റെ കൈപിടിച്ച് രക്ഷിക്കുന്നവരായിട്ടില്ലെങ്കിൽ, എങ്ങനെ എനിക്ക് അർഹതയുള്ളതുകൊണ്ടല്ല, ഫളലൻ അവിടുത്തെ മഹത്തായ ഔദാര്യം കൊണ്ട്, എന്റെ ഹബീബിന്റെ ഔദാര്യം കൊണ്ട് എന്റെ കൈപിടിച്ച് നാളെ പരലോകത്ത് അവിടെ നിന്ന് എന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്റെ കഥ പറയാനൊന്നുമില്ല. അങ്ങനെ രക്ഷിക്കാൻ ഞാൻ പാപിയാണെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ ഹബീബ് ഷഫാഅത്ത് കൊണ്ട് എന്റെ കൈപിടിച്ച് എന്റെ പരലോകത്ത് രക്ഷിക്കുകയാണെങ്കിൽ വല്ലാത്തൊരു വിജയം തന്നെ. ഫയാ ഫൗസി, അവിടെ ഷർത്തിന്റെ ജവാബ് മഅദൂഫ, ഫയാ ഫൗസി. അങ്ങനെ എന്റെ ഹബീബ് എങ്ങാനും അവിടുത്തെ ഔദാര്യം കൊണ്ട് എന്റെ കൈപിടിച്ച് രക്ഷിക്കുക എന്ന് പറഞ്ഞത് ഷഫാഅത്ത് ചെയ്ത് രക്ഷിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു പ്രയോഗമാണത്. ആഖിദൻ ബിയദിയാണ്. എന്നെ ഷഫാഅത്താവുന്ന മഹത്തായ കൈത്താങ് തന്നുകൊണ്ട് എന്നെ കൈപിടിച്ച് രക്ഷിച്ചാൽ എന്റെ വിജയം വല്ലാത്തൊരു വിജയം തന്നെ. ഇനി അങ്ങനെ അവിടുന്ന് രക്ഷിച്ചില്ല എങ്കിലോ, വയില്ല ഹബീബിന്റെ ഔദാര്യം കൊണ്ട് അവിടുത്തെ മഹത്തായ ഷഫാഅത്ത് കൊണ്ട് എന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഫഖുൽ യാ സല്ലത്തൽ ഖദമി, അയ്യോ കാരണം രാത്രിയേക്കാൾ കറുത്തിരുണ്ടതും 500 വർഷം അല്ലെങ്കിൽ 3000 വർഷം സഞ്ചരിക്കാനുള്ള വൈദൂരത്തിൽ ആദ്യത്തെ 500 വർഷം കുത്തനെ കേറിയിട്ട്
പിന്നത്തെ 500 വർഷം നേരെ നടന്നിട്ട് പിന്നത്തെ 500 വർഷം കീഴ്പോട്ട് ഇറങ്ങേണ്ട നിലക്ക് വളഞ്ഞു തിരിഞ്ഞു പോകേണ്ടതായ കേറി നിരപ്പിലെത്തി താഴേക്ക് ഇറങ്ങേണ്ട പ്രത്യേക രീതിയിൽ നിർമ്മിക്കപ്പെട്ട സിറാത്ത് പാലം, ആ സിറാത്ത് പാലത്തിൽ കാലിടറി വീണ് നരകക്കുണ്ടാരത്തിൽ പതിച്ചു പോകും. അയ്യോ എന്റെ നഷ്ടമേ, എനിക്കാകെ പ്രതീക്ഷിക്കാനുള്ളത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്താവുന്ന കൈത്താങ്ങാൻ. ആ കൈത്താങ് ലം യകുൻ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിട്ടില്ലെങ്കിൽ ഫീ മഅദി, എന്റെ പരലോകത്ത്, ആഹിദൻ ബിയദി, എന്റെ കൈപിടിക്കുന്നവരായിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ ഷഫാഅത്താവുന്ന രക്ഷ തന്നുകൊണ്ട് എന്നെ രക്ഷിക്കുന്നവരായിട്ടില്ലെങ്കിൽ എങ്ങനെ ഫളൻ, ഞാനതിനെ അറിയിച്ചിട്ടല്ല, അവിടത്തെ ഔദാര്യം കൊണ്ട്, ഹബീബിന്റെ ഔദാര്യം കൊണ്ട് ഷഫാഅത്താവുന്ന കൈത്താങ് തന്ന് എന്നെ കൈപിടിച്ച് രക്ഷിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ വരൂല. അങ്ങനെ അവിടുന്ന് കിട്ടും. അവിടുത്തെ ഫള് കൊണ്ട് ഷഫാഅത്താവുന്ന കൈത്താങ് തന്ന് എന്നെ കൈപിടിച്ച് രക്ഷിക്കും. അങ്ങനെ രക്ഷിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു. വയില്ല, അങ്ങനെ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ വക്കുൽ, നീ പറഞ്ഞതൽ കഥനി, എനിക്കിഞ്ഞൊരു രക്ഷയില്ല, ഞാൻ ആ സിറാത്ത് പാലത്തിൽ നിന്ന് കാലിടറി താഴെ വീഴും. കാരണം എന്റെ അടുക്കൽ സൽക്കർമ്മങ്ങളൊന്നും കാര്യമായിട്ടില്ല. പാവങ്ങളാണെങ്കിൽ ഒരുപാടുണ്ട്. സൽക്കർമ്മങ്ങൾ ഇല്ലാതിരിക്കുകയും പാവങ്ങൾ വർദ്ധിക്കുകയും ചെയ്തവര് സിറാത്ത് പാലത്തിൽ നിന്ന് കാലിടറി വീഴും. അതിൽ നിന്നോടാണ് പറഞ്ഞ ഹബീബ് അവിടുത്തെ ഔദാര്യം കൊണ്ട് ഷഫാഅത്താവുന്ന കൈത്താങ് തന്ന് എന്നെ കൈപിടിച്ച് രക്ഷിക്കും എന്ന പ്രതീക്ഷയാണ്. എന്നാ ഈ പ്രതീക്ഷിക്കാവോ? ഹശാഹു അൻ യഹ്രിമ റാജി മകാരിമഹു ഔ യർജിഅൽ ജാറു മിൻഹു ഗൈറ മുഹ്തറമി. ഹശാ, ഒരിക്കലും അങ്ങനെ വരില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തുമാത്രം അത്യുന്നതനാണ്, വിശുദ്ധനാണ്. എന്തിൽ നിന്നും? അൻ യഹ്രിമ റാജി, തന്നിൽ പ്രതീക്ഷ അർപ്പിച്ചു വരുന്ന ആളുകളെ തടയുന്നതിൽ നിന്നിട്ടും, മക്കാരിമഹു, അവിടുത്തെ ഔദാര്യത്തിൽ നിന്ന്. ഹബീബായ തിരുദൂതർ സല്ലല്ലാഹു ഉസ്താദെ കട്ട് വരുന്നുണ്ട്. കട്ട് ഉസ്താദ് പിന്നെ മൈക്കിൽ വരുന്നുണ്ടല്ലോ, പിന്നെ മൈക്ക് എടുക്കാത്തത്. ഇപ്പൊ ഏകദേശം ഒരുപാട് നേരത്തെ ഉസ്താദ് മൈക്കിൽ വന്നതിന് ശേഷം ഒരു 8-10 അതിൽ കൂടുതൽ കട്ട് വരുന്നുണ്ട്. പിന്നെ ഉസ്താദിന്റെ രണ്ടാമത് തുടർന്നുകൊണ്ട് പിന്നെ നമ്മൾ മൈക്ക് എടുക്കായിയാണ്. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാ. ഇനി അല്ല, ഇനി അങ്ങനെ മൈക്ക് പോവുകയാണെങ്കിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വന്നാലും മതി. ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്താൽ. ഇപ്പൊ മറ്റേ പോയതുകൊണ്ട് എടുത്തതാണ്, അല്ലെങ്കിൽ ഉസ്താദ് തന്നെ വരുന്നുള്ള പ്രതീക്ഷയില് മൈക്ക് വിട്ടു ഉസ്താദ്. എന്താ ഇന്നത്തെ ഒരു പ്രത്യേക പോക്കാണ്. അതായത് അറിയുന്നില്ല, മറ്റേ സാധാരണ DC കാണിക്കുമ്പോഴെങ്ങനെ ആ കാവ്യത്തിൽ ഇന്ന് അതൊന്നും കാണുന്നില്ല. സാധാരണ പോലെ മൈക്ക് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതായിട്ടാണ് എന്റെ കാഴ്ചപ്പെടുന്നത്. അതുകൊണ്ടാണ് ശ്രദ്ധിക്കാതെ പോകുന്നത്. നേരത്തെ പോയിനോ അറിഞ്ഞില്ല. ഏതായാലും ഹേഷാഹു, ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രമാത്രം വിശുദ്ധനാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല, അത്രയും വിശുദ്ധനാണ്. എന്തിനെ തൊട്ട്? അൻ യഹ്രിമ റാജി മകാരിമഹു, അൻ യഹ്രിമ തടയുന്നതിനെ തൊട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധനാണ്. ആരെ തടയ? അറാജിയാന്നർത്ഥം. കൊതിച്ചു വരുന്ന, പ്രതീക്ഷയർപ്പിച്ചു വരുന്ന ആളെ തടയുന്നതിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ വിശുദ്ധനാണ്. എന്തിൽ നിന്ന് തടയാ? മകാരിമഹു, അവിടുത്തെ ഔദാര്യം. ഹബീബായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔദാര്യം, അവിടത്തെ ഔദാര്യം ലഭിക്കുമെന്ന് പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ആ ഹബീബിന്റെ തിരുസവിധത്തിൽ ചെന്നണയുന്ന ആളുകൾക്ക് അവിടത്തെ ഔദാര്യം നൽകാതെ തടയുക എന്നതിൽ നിന്നിട്ട് വിശുദ്ധനാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരിക്കലും അവിടുന്ന് അങ്ങനെ തടയില്ല. ആ പ്രതീക്ഷയോടുകൂടി അവിടുത്തെ ഔദാര്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ആര് സമീപിച്ചാലും അവരെ ആരെയും നിരാശപ്പെടുത്തുകയില്ല. മാത്രവുമല്ല ഔ യർജിഅൽ ജാറു മിന്നു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭയം തേടിയ ആളുകൾ തിരിച്ചു വരേണ്ടി വരുന്നതിൽ നിന്നിട്ടും വിശുദ്ധനാണ് ഹബീബ് തങ്ങൾ. എങ്ങനെ? ഗൈറ മുഹ്തറമി, ജാറ് എന്ന് പറഞ്ഞാൽ വിരുന്നുകാര് എന്ന അർത്ഥത്തിനാണ്, ഇവിടെ അഭയം തേടുക എന്നുള്ള അർത്ഥത്തിനല്ല. അതായത് ഹബീബിന്റെ വില്ലത്തിൽ
ഒരു അതിഥിയായി വിരുന്നുകാരനായി ഒരാൾ ചെല്ലുകയാണെങ്കിൽ അയാൾ ഒരിക്കലും തിരിച്ചു പോരേണ്ടി വരില്ല ഗൈറ മുഹ്തറമി, ആദരിക്കപ്പെടാതെ ബഹുമാനിക്കപ്പെടാതെ. കാരണം എന്തുകൊണ്ട്? എല്ലാ അതിഥികളെയും ആദരിക്കാൻ വേണ്ടി കൽപ്പിച്ചവരാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം വൈഫഹു. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്റെ അതിഥിയെ ആദരിച്ചു കൊള്ളട്ടെ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ ആ ഹബീബിന്റെ തിരുസവിധത്തിൽ അതിഥികളായി ചെന്നണഞ്ഞവർ ആദരിക്കപ്പെടാതെ തിരിച്ചു പോരുക എന്നത് ഒരിക്കലും ഉണ്ടാവുകയില്ല. അതിൽ നിന്നിട്ട് എത്രയോ വിശുദ്ധനാണ് മുസ്തജീറു ബിഹി. അങ്ങനെ റിവായത്തുണ്ടോ? കാണുന്നില്ലല്ലോ. യഹ്രിമ എന്നുള്ള മറ്റേ യർജ എന്ന് പറഞ്ഞോർത്ത് മജ്ഹൂൽ മാറൂഫ് പോയിട്ടുണ്ട്. യഹ്രിമ എന്ന് പറഞ്ഞോർത്ത് യുഹ്റമ എന്ന് മജ്ഹൂലിന്റെ റിവായത്തുണ്ട്. എന്നല്ലാതെ ഔ യർജൽ ജാറു മുസ്തജീറു ബിഹി എന്ന് ജാറിന് അർത്ഥം കൊടുക്കുന്നുണ്ടോ നോക്കട്ടെ. അങ്ങനെ അർത്ഥം കൊടുത്തതായിട്ട് കണ്ടിട്ടില്ല. ആജി ഫീഹി മക്കാരിമുഹു ഷൈം മക്കാരിമിയ ശരിയാ. അങ്ങനെ ആരെയും കൊടുത്തണോ അറിഞ്ഞില്ല. അവർ ജാറു അൻ നസീർ മിൻഹു എന്ന് തന്നെ കൊടുത്തു. വിരുന്നുകാരൻ. അത് ജാറ് എന്ന് പറഞ്ഞാൽ അൻ നസീരു വിരുന്നുകാർ. മുസ്തജീർ അഭയം തേടിയാളെന്ന് അങ്ങനെ വക്കറേന് തെറ്റുണ്ടായിട്ടില്ല. പക്ഷെ ഇവിടെ ആശക്കാരൊക്കെ കൊടുത്തു കാണുന്നത് അവിടത്തെ വിരുന്നായി ചെന്ന ആളുകൾ. അഭയം തേടുന്ന ആളെന്ന് പറയുന്നതിന് കേടൊന്നുമില്ല. ജാറിന് അങ്ങനെയും ഒരർത്ഥമുണ്ട്. ജിവാറ് എന്നതിൽ നിന്നിട്ടുള്ള അഭയം തേടി ചെന്ന ആള് എന്നുള്ള അർത്ഥത്തിൽ കൊടുക്കാറുണ്ടെങ്കിലും അയലോക്കാരെന്നുള്ള അർത്ഥം ആരും കൊടുത്തിട്ടില്ല. ആ അർത്ഥത്തിനുള്ളല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസി എന്നുള്ള അർത്ഥത്തിനുള്ള ജാറ് ഏതായാലും കൊടുത്തില്ല. ജിവാറിൽ നിന്നിട്ടാണ് അഭയം തേടിയ ആള് എന്ന അർത്ഥത്തിനോ അതല്ലെങ്കിൽ നസീല് വിരുന്നുകാരൻ എന്നോ അർത്ഥത്തിനോ ഉള്ള ജാറാണ്. ഹബീബായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭയം തേടിയ ആള് ഒരിക്കലും ആദരിക്കപ്പെടാതെ തിരിച്ചു പോകില്ല. പക്ഷേ ആ അർത്ഥത്തിനല്ല ചേർച്ച, മറിച്ച് ഇവിടെ പറഞ്ഞ വിരുന്നുകാരൻ എന്ന അർത്ഥത്തിലാണ്. കാരണം എന്താണ്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു എന്ന് പറഞ്ഞത്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആള് തന്റെ വിരുന്നുകാരനെ ആദരിക്കണം എന്ന് പറഞ്ഞ ആ ആദരവ് നസീൽ എന്നാണ് ഇവിടെ ഹാഷിക്കാരൊക്കെ അതിന് അർത്ഥം കൊടുത്തതും ജാറിന്. അൻ നസീൽ എന്ന് പറഞ്ഞാൽ വിരുന്നുകാരൻ. അപ്പൊ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിഥിയായി എത്തിയ ആളെ യഥാചിതം ആദരിച്ചിട്ടല്ലാതെ തിരിച്ചു പോരുന്ന അവസ്ഥ ആ ഹബീബിൽ നിന്നിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല. അതുപോലെ തന്നെ അവിടുത്തെ ഔദാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ സമീപിച്ച ആളെ ആദരിക്കാതെ ആ തടയപ്പെട്ടുകൊണ്ട് തിരിച്ചു പോവുക എന്ന അവസ്ഥയും ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല. അത്രമാത്രം ഔദാര്യശീലനും അതിഥിയെ ആദരിക്കുന്നവരുമാവുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ പ്രതീക്ഷ മാത്രമാണ് പിടികയറായി എനിക്കുള്ളത്. ഇനി അങ്ങനെ ഒരു പ്രതീക്ഷ വെക്കുമ്പോ എന്ത് ചെയ്തു, എന്നിട്ട് എന്ത് കിട്ടി? അതാ പറയുന്നത്. അഫ്കാരി എന്റെ ആലോചനകൾ തീരുമാനിച്ചുറച്ചോടം മുതൽ, ആലോചന എന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനിച്ചുറക്കാണ്. ഞാൻ തീരുമാനിച്ചുറക്കുക എന്നതിനെ പറ്റിയിട്ട് എന്റെ ചിന്ത തീരുമാനിച്ചുറക്കുക എന്ന് പറഞ്ഞു. നല്ല പോലെ ആലോചിച്ച് ഉറപ്പിച്ച് ഞാൻ തീരുമാനമെടുത്തത് മുതൽ എന്തിനെ പറ്റിയിട്ട് മദായഹു ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രശംസിച്ച് മദ്ഹ് ചെയ്തുകൊണ്ട് കവിത ചൊല്ലണം എന്ന് ഞാൻ മനസ്സാ ഉറപ്പിച്ച് തീരുമാനമെടുത്തത് മുതൽ വജത്തുഹു ആ മദ്ഹ് പറയൽ ഞാൻ എത്തിച്ചു ലി ഖലാസി എന്റെ രക്ഷക്ക് ഖൈറ മുൽതസിമി ഞാൻ തീരുമാനിച്ചുറച്ചതിൽ വെച്ചിട്ട്
ഏറ്റവും ഉത്തമമായതായിട്ട് ഞാൻ എത്തിച്ചു എന്ന് പറയുന്നത് ആഖിറത്തിലുള്ളതിനെ പറ്റിയിട്ട് പിന്നെ പറയും. ഇപ്പൊ പറഞ്ഞത് ദുന്യാവിലുള്ളതിനെ പറ്റിയാ. അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ കവിത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ടുള്ള കവിതയിലേക്ക് മാറാനുണ്ടായ കാരണം ഒരു ഭാഗം ആകെ തളർന്ന് അന്ന് നിലവിലുണ്ടായിരുന്ന വൈദ്യശാസ്ത്രം മുഴുവനും ചികിത്സയില്ല, ഇനി രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല എന്ന് പറഞ്ഞ് കയ്യൊഴിഞ്ഞ് ഭൗതികമായ മാർഗത്തിലൂടെ എനിക്കിനി ശിഫ പ്രതീക്ഷിക്കാനില്ല എന്ന് കണ്ട അവസാന സമയത്ത് ഹബീബായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചൊല്ലി ചെയ്തുകൊണ്ട് കവിത എഴുതണമെന്ന് നേർച്ചയാക്കി. അതാണ് അൽസംതു അഫ്കാരി മദാഇഹു എന്ന് പറഞ്ഞത്. ഈ ഇൽസാം എന്ന് പറഞ്ഞാൽ നേർച്ചയാക്കിയിട്ട് നിർബന്ധമാക്കുക. ഞാൻ അങ്ങനെ എന്റെ രോഗം അല്ലാഹു തആല ശിഫയാക്കി തരികയാണെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് കവിത ചൊല്ലും എന്ന് നേർച്ചയാക്കി. അങ്ങനെ നേർച്ചയാക്കിയപ്പോൾ എന്റെ എല്ലാവിധ രക്ഷക്കും ഏറ്റവും നല്ല പിടികയറായിട്ട് അതിനെ ഞാൻ എത്തിച്ചു എന്ന് പറഞ്ഞ നേർച്ചയാക്കിയോടെ മുതൽ തന്നെ രോഗത്തിന് ശമനം കണ്ടു തുടങ്ങി. അങ്ങനെ കവിത ചൊല്ലിക്കൊണ്ടിരിക്കുകയും അത് പൂർത്തിയാവുകയും ചെയ്ത സമയത്ത് ഹബീബായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുകയും അവിടത്തെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് തടവുന്നതായി സ്വപ്നത്തിൽ കാണുകയും ഉണർന്നു നോക്കുമ്പോൾ പൂർണ്ണമായി രോഗം ശിഫയാവുകയും ചെയ്തു. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാ പറയുന്നത്, ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കി തീരുമാനിച്ചോടെ മുതൽ വജത്തുഹു ലിഖലാസി, എന്റെ എല്ലാ രക്ഷക്കും. ആ ദുന്യാവിലുള്ള രോഗം മാറാൻ മാത്രമല്ല, എന്ത് കൊടുക്കിൽപ്പെട്ടാലും ദുന്യവിയാവട്ടെ ഉഖ്റവിയാവട്ടെ ഏത് പ്രതിസന്ധിയിലും പ്രയാസത്തിലും പെട്ടാൽ അവിടെ നിന്നൊക്കെയുള്ള രക്ഷക്ക് പിടികേറായി ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലത് ആ ഹബീബിന്റെ മദ്ഹാണ് എന്ന് ഞാൻ അനുഭവത്തിലൂടെ മനസ്സിലാക്കി. അത് വെച്ചിട്ട് പറയുന്നു, ദുന്യാവിന് രോഗം മാറി ഞാൻ അനുഭവിച്ചു, എന്നാൽ ഭാവിയായ എന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലെത്തിപ്പെടാനും ഈ മദ്ഹ് തന്നെ ഞാൻ പിടികേറായി കാണുന്നു. ഒരു ബൈത്തൂടി, രണ്ട് ബൈത്തൂടി, ആ ഭാഗമാണ് തീർന്നു. വലൻ യഫൂതൽ ഗിന മിൻഹു യദൻ തരിബത് ഇന്നൽ ഹയാ യുംബിതുൽ അസ്ഹാറ ഫിൽ ലഖമി. ദുന്യാവിലും ആഖിറത്തിലുമുള്ള എല്ലാ ഖൈറും ആ ഹബീബിന്റെ മദ്ഹ് ചെയ്ത് അവിടത്തെ മഹബത്ത് വെച്ച് അവിടത്തെ മദ്ഹ് ചെയ്താൽ കിട്ടും. അതിന് ഏറ്റവും നല്ല ആ ദുന്യാവിൽ തന്നെ എനിക്ക് അനുഭവമാണ്. ഒരു ഭാഗം തളർന്ന് ഭൗതികമായ എല്ലാ മാർഗങ്ങളും അടഞ്ഞപ്പോ അവിടത്തെ മദ്ഹ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിയ്യത്ത് ചെയ്ത് നേർച്ചയാക്കിയതോടുകൂടി അതെന്റെ രക്ഷയുടെ മാർഗമായി ഞാൻ അനുഭവിച്ചു. അതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു, ദുന്യാവിലും ആഖിറത്തിലുമുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഏറ്റവും നല്ല പിടികയറ് ആ ഹബീബിനോടുള്ള മഹബത്തും ആ മഹബത്ത് മുഖേനയുള്ള അവിടുത്തെ മദ്ഹ് പറച്ചിലുമാണ്. അതിനിപ്പോ വലിയ വലിയ ആളുകൾക്കൊക്കെ കിട്ടും, നമ്മളെ പോലത്തെ സാധുക്കൊക്കെ കിട്ടുമോ? എന്താ പിന്നെ തങ്ങൾ മുഖേന ലഭിക്കുന്ന ആ മഹത്തായ ഐശ്വര്യം നഷ്ടപ്പെടുകയില്ല. ആർക്ക്? അങ്ങേയറ്റത്തെ ദാരിദ്ര്യം പിടിച്ച് കയ്യിൽ മണ്ണ് കുത്തിയ ദരിദ്രന്. തെരിപത്തിയതാക്കാന്ന് സാധാരണ പറയാറുണ്ട്. കൈ മണ്ണ് കുത്തിപ്പോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പരാജയപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ മിസ്കീനല്ല, എന്റെ കേൾവിയൊന്നും പോണില്ല, ഞാനും പോണില്ല. പക്ഷെ ഇടക്ക് മൈക്ക് പോണത് ഞാൻ അറിയുന്നില്ല. നിങ്ങൾ അറിഞ്ഞാട് ഉടനെ ഉണർത്തിയാൽ മതി. സംഗതി ഇവിടെ എന്തോ ഒരു പുതിയ ജിന്ന സേവയാണ്. കാരണം പോകുമ്പോ കാണുന്നില്ല, തന്നെയല്ല എനിക്ക് കേൾക്കണതിനൊരു കുഴപ്പമില്ലാണ്. അപ്പൊ ഞാൻ പറഞ്ഞ സ്ഥലത്തുനിന്ന് പോകാതെ എന്റെ മൈക്ക് ഒറ്റക്കാരോ തട്ടിക്കൊണ്ടുപോകുക, അതാണ് പ്രശ്നം. ഏതായാലും ആട്ടെ. ഹബീബായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉസ്താദേ,
അസ്ഹാറ സസ്യങ്ങളെയും ചെടികളെയും പൂക്കളെയും ഒക്കെ മുളപ്പിക്കും ഫിൽ അക്കമെ ഉയർന്ന കുന്നിൻ പുറങ്ങളിൽ. മഴ പെയ്താൽ വെള്ളം പെട്ടെന്ന് കീഴ്പോട്ട് ഒലിച്ചു പോവുകയും കുന്നും പുറങ്ങളിൽ ജലാംശം കെട്ടി നിൽക്കാതിരിക്കുകയും ചെയ്യും. അപ്പൊ സ്വാഭാവികമായും കുന്നിന്റെ മുകളിൽ മുളക്കാതിരിക്കല്ലേ വേണ്ടത്. എന്നാൽ നല്ല ശക്തിയായ മഴ പെയ്താൽ ഏത് ഉയർന്നു നിൽക്കുന്ന കുന്നിന്റെ മുകളിലും ചെടികളും പൂക്കളും പുഷ്പങ്ങളും ഒക്കെ ഉണ്ടാവും എന്നതുപോലെ നമ്മൾ വളരെ അകലെയാണ് ഹബീബ എങ്കിലും ഒരു വലിയ പേരിലാണ് തങ്ങളിൽ നിന്നിട്ട് ലഭിക്കുന്ന ഔദാര്യം. അങ്ങനെ വരുമ്പോ പാവപ്പെട്ട നമ്മൾക്കും കിട്ടാതെക്കൂല. അതാ വലിയ വലിയ ആളുകൾക്ക് തോനെ കിട്ടും. നമ്മളൊക്കെ മോശപ്പെട്ടവരാണെങ്കിലും ആ ഹബീബ് ഒരു വലിയ പേമാരി പോലത്തെ ഔദാര്യത്തിന്റെ ഉടമയായതുകൊണ്ട് എളിയവരായ നമ്മൾക്കും അവിടത്തെ ഔദാര്യത്തിൽ നിന്നിട്ട് ലഭിക്കാതിരിക്കുകയില്ല. ഒരു വലിയ മഴയ്ക്ക് തുല്യമാണ് ഹബീബിന്റെ ഔദാര്യം. അതുകൊണ്ട് കുന്നിന്റെ മുകളിലും കൂടി ആ മഴയുടെ ഫലം കാണുന്നത് പോലെ നമ്മൾ വളരെ പാവികളാണ്, അവിടെ നിന്ന് അകന്നവരാണെങ്കിൽ പോലും നമുക്കും ആ ഔദാര്യം ലഭിക്കാതെ പോവുകയില്ല എന്ന്. വലം മുരിദ് സഹറത്തദ്ദുന്യല്ലത്തി ഖത്തഫത്ത് യദാ സുഹൈരിൻ ബിമാ അസ്നാ അലാ ഹരിമി. എന്നാൽ ഞാൻ ഈ മദ്ഹ് ചെയ്തതുകൊണ്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാദസേവ ചെയ്തതുകൊണ്ട് ശഫാഅത്ത് ലഭിക്കണം, ഹബീബിന്റെ കൂടെ സ്വർഗപ്രവേശനം ലഭിക്കണം. ഈ ലക്ഷ്യം മാത്രമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ വലം മുരിദ്, ഞാൻ ഈ ഹബീബിനെ മദ്ഹ് ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല സഹറത്ത ദുന്യാവിലുള്ളതായ ആ പ്രൗഢിയെ, അതല്ലെങ്കിൽ ദുന്യാവിന്റെ ആ സമൃദ്ധി, സമ്പൽ സമൃദ്ധിയെ. അല്ലത്തി എങ്ങനെയുള്ള ഭൗതികമായ സമ്പൽ സമൃദ്ധിയാണ് ഇഖ്തഫത്ത്, അതിനെ പറിച്ചെടുത്തിരിക്കുന്നു. യഥാ സുഹൈരിൻ, പ്രശസ്ത കവിയായിരുന്ന സുഹൈർ എന്ന് പറയുന്ന സുഹൈർ ഇബ്നു അബി സുൽമ, ഇബ്നു അബി സുൽമ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാകവിയാണ് സുഹൈർ. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ബാനത്തു സ്വാദു എന്ന ലോകപ്രസിദ്ധ കവിത എഴുതിയ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസിൽ വെച്ച് കവിത ചൊല്ലിയിട്ട് ഹബീബിന്റെ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ അണിഞ്ഞിരുന്ന പുതപ്പ് കൊടുത്ത് സമ്മാനിച്ച് ബഹുമാനപ്പെട്ട തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊന്നാട അണിയിച്ച മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവാണ് ഈ സുഹൈർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജാഹിലി കവികളിൽപ്പെട്ട ആളാണ്. ഇസ്ലാമിന്റെ ആഗമനത്തിന് മുമ്പ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിന് മുമ്പ് വഫാത്തായി പോയ ആളാണ്. അങ്ങനെയുള്ള ഈ സുഹൈർ ഇബ്നു അബി സുൽമ എന്ന് പറയുന്ന മഹാകവി അദ്ദേഹം നേടിയെടുത്തു. യഥാ സുഹൈർ എന്നറ സുഹൈർ ഇബ്നു അബി സുൽമ നേടിയെടുത്ത ആ ഭൗതികമായ നേട്ടങ്ങളല്ല ഞാനുദ്ധത്. എങ്ങനെ സുഹൈർ കിട്ടിയെന്ന അറബി ചക്രവർത്തിമാരിൽപ്പെട്ട പൂർവകാല ചക്രവർത്തിയായിരുന്ന ഒരു വലിയ ധർമ്മിഷ്ഠനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പ്രശംസിച്ച് മദ്ഹ് പാടിയപ്പോ ലോകത്ത് തന്നെ തുല്യതയിൽ ഹലോ ഉസ്താദേ, മൈക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉസ്താദ്. ഞാൻ നിർത്തിയിട്ട് പിന്നെ ക്ലാസ് തീർന്നാല് പിന്നെ ചോദ്യോത്തരവേള ആകുമ്പോ ഉസ്താദ് പോയിട്ട് പിന്നെ വരൂല. അപ്പൊ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി ഉസ്താദ്. ഇത് കഴിഞ്ഞിട്ട് ഉസ്താദിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് കാവുമ്പോൾ ഉസ്താദ് കാരണം പിന്നെ പാടുന്ന സമയത്ത് ഉസ്താദ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് വന്നാൽ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഉഷാറായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു, മനസ്സിലാക്കുന്നു. മൈക്ക് കഴിഞ്ഞ് ഞാനത് ബെയ്ത്ത് പൂർത്തിയാക്കട്ടെ എന്ന് കരുതിയിട്ടിരുന്നതാ. കാരണം പിന്നെ ആളെ ഒരു ഓത്തുകൊണ്ട് തീർക്കണം എന്നുള്ള നിലക്ക് ദിവസം ഇങ്ങനെ വല്ലാതെ നീട്ടിക്കൊണ്ടുവന്നതിന് മാനില്ലല്ലോ എന്നുള്ള ആൾക്കാ. അപ്പൊ ഏതായാലും അറിയാക്ക വലം മുരിദ്, ഞാൻ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല സഹറത്ത ദുന്യാവിന്റെ പ്രൗഢിയെ, ആ ദുന്യാവിന്റെ ക്ഷേമത്തെ. അല്ലത്തി എങ്ങനെയുള്ള പ്രൗഢിയും ക്ഷേമവുമാണ് ഇഖ്തഫത്ത് യഥാ സുഹൈരിൻ, സുഹൈർ ഇബ്നു അബി സുൽമ എന്ന ജാഹിലി കവികളിൽപ്പെട്ട പ്രശസ്തനായ സുഹൈർ നേടിയെടുത്തതുപോലെ ബിമാ അസ്നാ അലാ ഹരിമി, ഹരിമ് എന്ന ചക്രവർത്തിയെ
തുതിച്ചു പാടിയതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഭൗതികമായി നേട്ടമുണ്ടായതുപോലെ ഭൗതിക നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ഞാൻ ഹബീബായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തത്, മറിച്ച് എന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാനും നാളെ പരലോകത്ത് ഹബീബിന്റെ ഷഫാഅത്ത് ലഭിക്കാനും അത് മുഖേന ആ ഹബീബിന്റെ ജിവാറിൽ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനും ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഹബീബിനെ മദ്ഹ് ചെയ്തിരിക്കുന്നത് എന്ന്. ആട്ടെ, വല്ലാത്തൊരു ദിവസമായി പോയി. എന്നാട്ടെ, ഇനി കാമ്പടി ഉസ്താദ് ഉണ്ടെങ്കിൽ ആ ബൈത്തൊന്ന് ചൊല്ലിക്കോളി. അപ്പോൾ അതുപോക്ക് പറഞ്ഞേക്ക് ഞാനൊന്ന് എന്റെ PC എന്നെ ഒന്ന് ഓഫാക്കി ഓണാക്കി തിരിച്ചു വരാൻ കഴിയോ നോക്കാം, എന്നിട്ട് ചോദ്യോത്തരത്തിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട കാമ്പടി ഉസ്താദിനെ മൈക്കിലേക്ക് ക്ഷണിച്ച് ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.